സ്വർണത്തിന്റെ ഇറക്കുമതി ചുങ്കം 6% നിന്നും 15% വർദ്ധിപ്പിച്ചത് കള്ളക്കടത്ത് വർദ്ധിപ്പിക്കുന്നതിനിടയാക്കുമെന്ന് കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ നാസർ. ഇറക്കുമതി ചുങ്കം 9% വർദ്ധിപ്പിച്ചതോടെ ഇന്ത്യയിലെ ആഭ്യന്തര സ്വർണ്ണവില പവന് 10,200 രൂപയുടെ വർധനവാണുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണത്തിന്റെ ഇറക്കുമതി ചുങ്കം 6% നിന്നും 15% വർദ്ധിപ്പിച്ചത് ഇറക്കുമതി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണെങ്കിലും സ്വാഭാവികമായി കള്ളക്കടത്ത് വർദ്ധിക്കുന്നതിന് ഇത് കാരണമാകുമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ നാസർ കായംകുളത്ത് പറഞ്ഞു. സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ 6% നിന്നും 15% വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ആഭ്യന്തര വിപണിയിൽ സ്വർണത്തിന് വലിയ വിലക്കയറ്റമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഗ്രാമിന് 1,275 രൂപയും പവന് 10,200 രൂപയുടെയും വർധനവാണ് ഇന്ന് ആഭ്യന്തര വിപണിയിൽ പ്രതിഫലിച്ചിട്ടുള്ളത്. ഇറക്കുമതി കുറച്ച് വിദേശ നാണ്യം ലാഭിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യം ചെയ്തിട്ടുള്ളത്. ഫലത്തിൽ ഇത് കള്ളക്കടത്തുകാരെ സഹായിക്കുന്നതിന് മാത്രമാണ് ഉപകരിക്കുന്നത്. 1 കിലോ സ്വർണം കള്ളക്കടത്തായി കൊണ്ടുവന്നാൽ 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നേരത്തെ 15% നികുതി, ആ നികുതി 6%-ലേക്ക് കുറച്ച ഒരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. അതാണ് വീണ്ടും 15%-ലേക്ക് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ 15% ഇറക്കുമതി ചുങ്കം നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. 1000 ടണ്ണോളം സ്വർണമാണ് ആ കാലയളവിൽ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. 6% ഇറക്കുമതി ചുങ്കം കുറച്ചപ്പോൾ 700-നും 800-നും ടണ്ണിനിടയിൽ മാത്രമാണ് ഇറക്കുമതി നടന്നിട്ടുള്ളത്. വീണ്ടും ഇത് കള്ളക്കടത്തുകാരെ സഹായിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു. ആഭ്യന്തര മാർക്കറ്റിൽ ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാനാണ് ഇത്തരം സമീപനങ്ങൾ സ്വീകരിക്കുന്നത്. കള്ളക്കടത്ത് വർധനവിലൂടെ സമാന്തര സ്വർണ്ണ വ്യാപാര മേഖല കൂടുതൽ പുഷ്ടിപ്പെടുകയും അതുവഴി രാജ്യത്തിന് ലഭിക്കേണ്ട നികുതി വരുമാനം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. മുൻപ് 15% ഇറക്കുമതി ചുങ്കം നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യയിലേക്ക് 1000 ടൺ സ്വർണം ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. 6% ഇറക്കുമതി ചുങ്കം നിലനിൽക്കുമ്പോൾ 800 ടണ്ണിൽ താഴെയാണ് ഇറക്കുമതി ചുങ്കം 9% വർദ്ധിപ്പിച്ചതോടെ രാജ്യത്ത് ആഭ്യന്തര സ്വർണ്ണവില പവന് 10,200 രൂപയോളം വർദ്ധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യം ഗൗരവത്തോടെ പരിഗണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. CT നെറ്റ് ന്യൂസ്, കായംകുളം.